Hi friends, Assalamu alaikum. Bismi kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നൂലപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് കവറിൽ വാങ്ങുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 250 ml കപ്പിൽ 1.25 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. മൊത്തം 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം ഫ്ലെയിമിൽ ഒരല്പം താത്തി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ. അരിപ്പൊടി വെന്ത് കിട്ടണം. വെന്തിട്ടില്ലെങ്കിൽ അരിപ്പൊടിയുടെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ടാണ്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കുറുകിപ്പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഒരു കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിയുടെയൊക്കെ പച്ചച്ചൊവയൊക്കെ പോയി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടയായി പോകുമൊന്നും വേണ്ട, അരിപ്പൊടി വെന്ത് വന്നാൽ മാത്രം മതിയാകും. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വരണം. അപ്പം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടൈറ്റായി വരും. അപ്പോൾ നോക്കാം, തണുത്തപ്പോൾ അത്യാവശ്യം ഒന്ന് കട്ടയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്നൊക്കെ ഒരു വിരുന്നുകാർ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സോ നാരങ്ങയോ ഒന്നും ഇല്ലെങ്കിലും വളരെ ഈസി ആയിട്ട് 1 സ്പൂൺ അരിപ്പൊടി കൊണ്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് മധുരം ഒന്ന് നോക്കാം, പോരോന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ ഞാൻ ഗ്രാമ്പ് ഇട്ട് വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഗ്രാമ്പ് ചാടിയുന്നത്, അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഞാൻ ഫ്ലേവറിനായിട്ട് സ്ട്രോബെറി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ നമ്മുടെ പിസ്തയുടെ എസൻസോ അങ്ങനെ ഏതൊരു എസൻസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഫ്ലേവർ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1.5 കപ്പ് പാല് ചേർക്കുന്ന സമയത്ത് ഒരുപാട് തിക്കല്ല, എന്നാലും നമുക്ക് വലിച്ച് കുടിക്കാൻ പറ്റുന്ന സൈസ് ഒരു തിക്കായിരിക്കും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് വരെ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ 2 ഗ്ലാസ്സിലേക്കാണ് സെർവ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഒരു 10 മിനിറ്റ് 1 ടേബിൾ സ്പൂൺ കസകസ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കസകസ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.